കേരളത്തിലെ ഏതൊരു വിമാനത്താവളത്തിലും വന്നിറങ്ങുന്ന പ്രവാസിയുടെയും ആദ്യ മണിക്കൂറുകൾ പലവിധ ചെറിയ ആവശ്യങ്ങളാൽ നിറഞ്ഞതാണ്. നാട്ടിലേക്ക് ഒരു ടാക്സി വിളിക്കുക, അല്ലെങ്കിൽ വഴിയരികിലെ കടയിൽ നിന്നോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നോ ബന്ധുക്കൾക്കായി സ്വീറ്റ്സും സമ്മാനങ്ങളും വാങ്ങുക, പ്രായമായ മാതാപിതാക്കളുടെ ആശുപത്രി ബില്ലുകൾ അടയ്ക്കുക എന്നിങ്ങനെ നീളുന്നു ഈ ആവശ്യങ്ങൾ. ഇന്ന് കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളിലും UPI QR കോഡുകൾ സർവ്വസാധാരണമാണ്. ചുറ്റുമുള്ളവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് പണം നൽകുമ്പോൾ വിദേശത്തു നിന്നെത്തിയ ഒരു പ്രവാസിക്ക് പലപ്പോഴും അതിന് സാധിക്കാറില്ലായിരുന്നു. പലരുടെയും കയ്യിൽ ആക്റ്റീവായ ഒരു ഇന്ത്യൻ സിം കാർഡ് ഇല്ല എന്നതായിരുന്നു ഇതിന് പ്രധാന തടസ്സം. ഒന്നുകിൽ കയ്യിലുള്ള വിദേശ കറൻസി പണമോ അല്ലെങ്കിൽ ഉയർന്ന സർവീസ് ചാർജുകളുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകളോ ഉപയോഗിക്കേണ്ടി വന്നിരുന്ന ആ പ്രതിസന്ധിക്ക് ഇപ്പോൾ ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്കിന്റെയും പുതിയ നിർദ്ദേശങ്ങൾ പിൻപറ്റി പ്രമുഖ ഫിൻടെക് കമ്പനികളായ പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയവ രാജ്യാന്തര നമ്പറുകളിൽ UPI സൗകര്യം സജീവമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ റോമിംഗ് ചാർജുകൾ നൽകി ഇന്ത്യൻ സിം കാർഡുകൾ പ്രവാസ ലോകത്ത് സൂക്ഷിക്കേണ്ടി വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഇതോടെ അന്ത്യമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും NPCIയും ഇതിനായുള്ള പ്രാരംഭ ചട്ടക്കൂട്ടുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ബാങ്കുകളുടെയും പേയ്മെന്റ് ആപ്പുകളുടെയും സാങ്കേതിക ഏകോപനം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായത് ഈ അടുത്താണ്. IDFC, ഫസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രമുഖ ബാങ്കുകൾ ഇതിനായി പ്രത്യേക പത്രക്കുറിപ്പുകൾ ഇറക്കുകയും പ്രവാസികൾക്കായി ഈ ഡിജിറ്റൽ വാതിൽ തുറന്നിടുകയും ചെയ്തു. നിലവിൽ USA, UK, UAE, കാനഡ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഖത്തർ, മലേഷ്യ, ഫ്രാൻസ്, ഒമാൻ തുടങ്ങിയ 12ഓളം രാജ്യങ്ങളിലെ പ്രവാസികൾക്കാണ് ഈ സൗകര്യം ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. വരും നാളുകളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. ഇന്ത്യൻ ബാങ്കുകളിൽ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടുകളുള്ള പ്രവാസികൾക്ക് തങ്ങളുടെ വിദേശ മൊബൈൽ നമ്പറുകളിൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നേരിട്ട് UPI ഇടപാടുകൾ നടത്താം. വിദേശത്തു നിന്നും ഇന്ത്യയിലെ കൊമേഴ്സ് സൈറ്റുകൾ വഴി സാധനങ്ങൾ വാങ്ങാനും നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് തടസ്സമില്ലാതെ പണം അയക്കാനും ഈ സംവിധാനം വഴിയൊരുക്കുന്നുണ്ട്. ഈ അത്യാധുനിക ഡിജിറ്റൽ സേവനം സ്വന്തം ഫോണിൽ സജ്ജമാക്കുന്നത് വളരെ ലളിതമായ ചില ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യമായി പ്രവാസികൾ തങ്ങളുടെ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടുള്ള ഇന്ത്യൻ ബാങ്കിൽ നിലവിലുള്ള വിദേശ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് മൊബൈലിൽ പേടിഎം അല്ലെങ്കിൽ മറ്റ് UPI ആപ്പുകളുടെ ഇന്ത്യൻ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ വിദേശ രാജ്യത്തിന്റെ കോഡ് സഹിതമുള്ള മൊബൈൽ നമ്പർ നൽകി OTP വഴിയുള്ള വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. SMS വെരിഫിക്കേഷന് ശേഷം ആപ്പിൽ നൽകിയിരിക്കുന്ന ബാങ്കുകളുടെ പട്ടികയിൽ നിന്നും സ്വന്തം ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുത്ത് ബന്ധിപ്പിക്കാം. സാധാരണ UPI സംവിധാനം പോലെ തന്നെ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് ഇതിനായി ഒരു രഹസ്യ UPI പിൻ നമ്പർ സജ്ജീകരിക്കാനും സാധിക്കും. ഈ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ പ്രവാസികൾക്ക് വിദേശത്തിരുന്നും നാട്ടിലെത്തിയും സുഗമമായി പണമിടപാടുകൾ നടത്താൻ സാധിക്കും. വിദേശ നമ്പറുകൾ വഴിയുള്ള UPI ഇടപാടുകൾ പൂർണ്ണമായും റിസർവ് ബാങ്കിന്റെയും വിദേശ വിനിമയ ചട്ടങ്ങളുടെയും നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ നികുതി വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. NRI അക്കൗണ്ടുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് ഇന്ത്യയിൽ നികുതി ബാധ്യതകൾ ഉണ്ടാകാറില്ല. എന്നാൽ NRO അക്കൗണ്ടുകൾ വഴി നടത്തുന്ന ഇടപാടുകൾക്ക് ഇന്ത്യയിൽ നികുതി ബാധകമാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 206A പ്രകാരം ഉയർന്ന നിരക്കിലുള്ള TDS, അതായത് ഉറവിടത്തിന്റെ നികുതി കുറയ്ക്കൽ ഒഴിവാക്കുന്നതിനായി പ്രവാസികൾ തങ്ങളുടെ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുകളുമായി കൃത്യമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുതാര്യമാകുന്നതോടെ വിദേശത്ത് നിന്നുള്ള ചെറിയ തോതിലുള്ള പണമയക്കലുകൾ കൂടുതൽ നിയമവിധേയവും സുരക്ഷിതവുമായി മാറുകയാണ് ചെയ്യുന്നത്. പണമിടപാട് സൗകര്യം എന്നതിലപ്പുറം ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെ ആഗോള വളർച്ചയുടെ സാക്ഷ്യപത്രമാണ് ഈ മാറ്റം. പ്രവാസികൾക്ക് തങ്ങളുടെ സാമ്പത്തിക വരുമാനവും ചെലവുകളും കൂടുതൽ കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന PDF, Excel സ്റ്റേറ്റ്മെന്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫീച്ചറുകളും പേയ്മെന്റ് ആപ്പുകൾ ഇപ്പോൾ നൽകുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലെ ബാലൻസ് വിവരങ്ങൾ ഒരുമിച്ച് കാണാനും യാത്ര, ഭക്ഷണം തുടങ്ങിയ വിഭാഗങ്ങളായി ചെലവുകളെ തരംതിരിക്കാനും ഇതിലൂടെ സാധിക്കും. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും പ്രവാസികൾക്ക് രാജ്യത്തിന്റെ അതിവേഗം വളരുന്ന സാമ്പത്തിക വിപ്ലവത്തിന്റെ ഭാഗമാകാൻ ഈ പുതിയ ചുവടുവെപ്പ് സഹായിക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് നേരിട്ടുള്ള പണലഭ്യത വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സമ്മർദ്ദരഹിതമാക്കാനും ഈ നവീന സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.